Hello, good morning. Today we are going to discuss another topic, journal entries in the book of Transferee Company. Journal entries in the book of Transferee Company. Transferee കമ്പനിയുടെ ജേണൽ എൻട്രീസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രാൻസ്ഫറർ കമ്പനിയുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ വരുന്ന ജേണൽ എൻട്രീസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 13 ജേണൽ എൻട്രീസ് ആയിരുന്നു ട്രാൻസ്ഫറർ കമ്പനിയുടെ കേസിൽ നമുക്ക് എഴുതേണ്ടതായിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് ട്രാൻസ്ഫറീ കമ്പനിയാണ്. ട്രാൻസ്ഫറീ കമ്പനിയുടെ ജേണൽ എൻട്രീസ് എന്തൊക്കെയാണ്? ഓക്കെ, ആസ് പെർ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 14 there are two methods of accounting for amalgamation in the book of the transferee company. അമാൽഗമേഷൻ്റെ കേസിൽ ട്രാൻസ്ഫറീ കമ്പനിയുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ ജേണൽ എൻട്രീസ് എഴുതുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് രണ്ട് മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ പർച്ചേസ് മെത്തേഡ്. ഓക്കെ, ട്രാൻസ്ഫറീ കമ്പനിയുടെ കേസിൽ അമാൽഗമേഷൻ നടക്കുന്ന സമയത്ത് ജേണൽ എൻട്രീസ് എഴുതുന്നത് മെയിനായിട്ട് രണ്ട് മെത്തേഡുകൾ മുഖേനയാണ്. ഫസ്റ്റ് വൺ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ പർച്ചേസ് മെത്തേഡ്. ആദ്യം നമുക്ക് പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ്. This method is used in the case of amalgamation in the nature of merger. അമാൽഗമേഷനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. സോ മെയിൻലി ദർ ആർ ടു ടൈപ്സ് ഓഫ് അമാൽഗമേഷൻ. അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആൻഡ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ്. ആ അമാൽഗമേഷൻ്റെ രണ്ട് ടൈപ്സിൽ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന മെത്തേഡ് പ്രകാരം നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയാണ് പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ്. ഓക്കെ, അമാൽഗമേഷൻ്റെ ഒന്നാമത്തെ ടൈപ്പായിട്ടുള്ള അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന കണ്ടീഷൻ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് ഇൻ ട്രാൻസ്ഫറീ കമ്പനി. ട്രാൻസ്ഫറീ കമ്പനിയുടെ കേസിൽ, ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ട്രാൻസ്ഫറീ കമ്പനി. ട്രാൻസ്ഫറീ കമ്പനിയുടെ കേസിൽ ജേണൽ എൻട്രീസ് എഴുതുന്ന സമയത്ത് അമാൽഗമേഷൻ്റെ ഒന്നാമത്തെ ടൈപ്പായിട്ടുള്ള അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന കണ്ടീഷൻ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ്. ഓക്കെ, അമാൽഗമേഷനെ നമ്മൾ രണ്ട് ടൈപ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ മെത്തേഡ് പ്രകാരമുള്ള സർട്ടൺ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഇതിന് മുൻപ് ഡിസ്കസ് ചെയ്തതാണ്. അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജിങ്ങിൻ്റെ സമയത്ത് ഉള്ള കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? 5 കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഓൾ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി ഷുഡ് ബി ദ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ദ ട്രാൻസ്ഫറീ കമ്പനി. അല്ലേ, ട്രാൻസ്ഫറർ കമ്പനിയുടെ എല്ലാ അസറ്റുകളും ലാബിലിറ്റിയും ട്രാൻസ്ഫറീ കമ്പനിയുടേതായി തീരും. അതുപോലെ തന്നെ നോട്ട് ദ ലെസ് ദാൻ 90% ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി ഷുഡ് ബിക്കം ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ ട്രാൻസ്ഫറീ കമ്പനി. ട്രാൻസ്ഫറർ കമ്പനിയുടെ 90% കുറയാതെയുള്ള ഷെയർ ഹോൾഡേഴ്സ് ആരുടേതായി തീരും? ട്രാൻസ്ഫറീ കമ്പനിയുടേതായി തീരും. പിന്നീട് പർച്ചേസ് കൺസിഡറേഷൻ ആണ്. പർച്ചേസ് കൺസിഡറേഷൻ സാധാരണഗതിയിൽ കൊടുക്കുന്നത് ഇക്വിറ്റി ഷെയർസിൻ്റെ രൂപത്തിലായിരിക്കും. ഇൻ ദ കേസ് ഓഫ് മെർജറിൻ്റെ കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. ദെൻ മറ്റൊന്ന് പറയുന്നത് ദ ട്രാൻസ്ഫറീ കമ്പനി ഇൻറ്റൻഡഡ് ടു ബി ക്യാരിഡ് ഔട്ട് ഓൺ ദ സെയിം ബിസിനസ് ഡൺ ബൈ ദ ട്രാൻസ്ഫറർ കമ്പനി. ട്രാൻസ്ഫറർ കമ്പനി എന്ത് തരത്തിലുള്ള ബിസിനസ് സ്ഥാപനമാണോ, ഏത് ഉദ്ദേശത്തോടു കൂടിയാണോ നടത്തിക്കൊണ്ടു പോയിരുന്നത്, അതേ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെ ട്രാൻസ്ഫറീ കമ്പനി അത് ഏറ്റെടുത്താലും നടത്തിക്കൊണ്ട് പോകണം. അല്ലേ, ദെൻ അസറ്റിൻ്റെയും ലയബിലിറ്റിയുടെ മേലിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും നടത്താൻ പാടില്ല. ഇങ്ങനെയുള്ള 5 കണ്ടീഷൻസ് ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു അമാൽഗമേഷൻ ആയിരുന്നു അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ. ആ അമാൽഗമേഷൻ്റെ ഒന്നാമത്തെ ടൈപ്പായിട്ടുള്ള അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന കണ്ടീഷൻ പ്രകാരം അമാൽഗമേഷൻ നടത്തുന്ന സമയത്ത് ട്രാൻസ്ഫറീ കമ്പനിയുടെ കേസിൽ നമ്മൾ ജേണൽ എൻട്രി എഴുതേണ്ടത് പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് പ്രകാരമാണ്. എന്നാൽ ഇവിടെ സെക്കൻഡ് മെത്തേഡ് ഉണ്ട്, പർച്ചേസ് മെത്തേഡ്. ഓക്കെ, അമാൽഗമേഷൻ്റെ 2 തരം ഉണ്ടെന്ന് പറഞ്ഞു. അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ, ദെൻ സെക്കൻഡ് വൺ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ്. അതിൽ രണ്ടാമത്തെ ടൈപ്പായിട്ടുള്ള അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് എന്ന മെത്തേഡ് പ്രകാരം നമ്മൾ അമാൽഗമേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പർച്ചേസ് മെത്തേഡ് എന്ന് പറയുന്ന രണ്ടാമത്തെ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫറീ കമ്പനിയുടെ കേസിൽ ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് എന്ന ടൈപ്പ് പ്രകാരം
അല്ലെങ്കിൽ കണ്ടീഷൻ പ്രകാരം അമാൽഗമേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പർച്ചേസ് മെത്തേഡ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ്. ഓക്കെ, സോ ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മർജർ. ഇനി കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മർജർ എന്ന കണ്ടീഷൻ പ്രകാരം അമാൽഗമേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ ട്രാൻസ്ഫറി കമ്പനിയുടെ കേസിൽ എഴുതുന്ന ജേണൽ എൻട്രി ഏത് മെത്തേഡ് പ്രകാരമായിരിക്കണം? പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് പ്രകാരമായിരിക്കണം. ഓക്കെ, ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. എന്തൊക്കെയാണ് ഈ മെത്തേഡിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. 3 ഫീച്ചേഴ്സാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ദിസ് മെത്തേഡ് ഈസ് അപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മർജർ. നമ്മൾ പറഞ്ഞല്ലോ അമാൽഗമേഷന് 2 ടൈപ്സ് ഉണ്ടായിരുന്നു, അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മർജർ ആൻഡ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ്. അപ്പോൾ മർജർ മെത്തേഡ് പ്രകാരമാണ് എങ്കിലാണ് എന്ത് അപ്ലൈ ചെയ്യുന്നത്? പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുക. അണ്ടർ ദിസ് മെത്തേഡ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ആർ ട്രാൻസ്ഫേർഡ് അറ്റ് ദെയർ ബുക്ക് വാല്യൂ. ഈ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മർജർ എന്ന മെത്തേഡ്, പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പറയുന്നത് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ആർ ട്രാൻസ്ഫേർഡ് അറ്റ് ദെയർ ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂവിൻ്റെ കേസിലാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫറർ കമ്പനിയിൽ നിന്ന് ട്രാൻസ്ഫറി കമ്പനിയിലേക്ക് അസറ്റും ലാബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ട്രാൻസ്ഫറർ കമ്പനിയിൽ നിന്ന് ട്രാൻസ്ഫറി കമ്പനി അസറ്റ്സും ലാബിലിറ്റിയും ടേക്കൺ ഓവർ ചെയ്യുന്നത് ബുക്ക് വാല്യൂവിൻ്റെ ബേസിലായിരിക്കും പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡിൽ. Then third, under this method, purchase consideration is payable only in shares. Okay, purchase പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് പ്രകാരം പർച്ചേസ് കൺസിഡറേഷൻ ട്രാൻസ്ഫറി കമ്പനിക്ക് പേയ്മെൻറ്റ് നടത്തുന്നത് എങ്ങനെയായിരിക്കും? ഓൺലി ഇൻ ദ കേസ് ഓഫ് ഷെയറിൻ്റെ ഇക്വിറ്റി ഷെയറിൻ്റെ ബേസിലായിരിക്കും. അല്ലാതെ ക്യാഷോ മറ്റ് ഡിബഞ്ചേഴ്സോ ഇങ്ങനെയുള്ള മെത്തേഡൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ദെൻ ഇതേപോലെ തന്നെ പർച്ചേസ് മെത്തേഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പർച്ചേസ് മെത്തേഡ് പ്രകാരം ആകുമ്പോൾ അമാൽഗമേഷൻ നടത്തുന്നത് പർച്ചേസ് മെത്തേഡ് പ്രകാരമാണ്. അതായത് നമ്മൾ പറഞ്ഞ അമാൽഗമേഷൻ്റെ 2 ടൈപ്സ് ഉണ്ട്, അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മർജർ ആൻഡ് പർച്ചേസ് മെത്തേഡ് ഉപയോഗിക്കുന്നത് പർച്ചേസ് എന്ന് പറയുന്ന ടൈപ്സ് പ്രകാരമായിരിക്കും. അതുപോലെ തന്നെ അസറ്റ്സും ലാബിലിറ്റിയും ടേക്കൺ ഓവർ ചെയ്യുന്നത് ബുക്ക് വാല്യൂവിൻ്റെ ബേസിലല്ല, ഫെയർ വാല്യൂവിൻ്റെ ബേസിലാണ് പർച്ചേസ് മെത്തേഡ് പ്രകാരം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതെല്ലാം നമുക്ക് അവിടെ പറയാം. ഇവിടെ നമ്മൾ ഇത്രയും ഓർക്കുക, പൂളിംഗ് ഇൻട്രസ്റ്റ് മെത്തേഡ് പ്രകാരം ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ദിസ് മെത്തേഡ് ഈസ് അപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മർജർ. അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മർജർ എന്നുള്ള ടൈപ്സ് പ്രകാരം അമാൽഗമേഷൻ നടത്തുന്ന സമയത്താണ് ഈ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ അസറ്റ്സ് ലാബിലിറ്റി ഇതെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നത് ബുക്ക് വാല്യൂവിൻ്റെ കേസിലാണ്. ദെൻ പർച്ചേസ് കൺസിഡറേഷൻ പേയബിൾ ചെയ്യുന്നത് ഓൺലി ഇൻ ഷെയർസിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്? പർച്ചേസ് കൺസിഡറേഷൻ പേയ്മെൻറ്റ് നടത്തുന്നത്. ഇനി നമുക്ക് ജേണൽ എൻട്രീസ് ആണ് പറയാനുള്ളത്. ജേണൽ എൻട്രീസ് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കുക, പൂളിംഗ് ഇൻട്രസ്റ്റ് മെത്തേഡ് പ്രകാരം 5 ജേണൽ എൻട്രീസ് ആണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ പർച്ചേസ് മെത്തേഡ് പ്രകാരം നമുക്ക് 8 ജേണൽ എൻട്രീസും പറയാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പൂളിംഗ് ഇൻട്രസ്റ്റ് മെത്തേഡ് പ്രകാരമുള്ള 5 ജേണൽ എൻട്രീസ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിക്കണം, അമാൽഗമേഷൻ ജേണൽ എൻട്രീസ് നമ്മൾ പറയുന്നത് ട്രാൻസ്ഫറി കമ്പനിയുടേതാണ്. ട്രാൻസ്ഫറി കമ്പനീസിൻ്റെ ജേണൽ എൻട്രീസ് എഴുതുന്ന സമയത്ത് 2 രീതിയിലാണ് ജേണൽ എൻട്രീസ് എഴുതുക. അമാൽഗമേഷൻ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് പ്രകാരവും പർച്ചേസ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് പ്രകാരവും. അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മർജർ എന്ന മെത്തേഡിൽ പ്രകാരമാണ് നമ്മൾ അമാൽഗമേഷൻ നടത്തിയത് എങ്കിൽ അവിടെ ട്രാൻസ്ഫറി കമ്പനിയുടെ കേസിൽ ജേണൽ എൻട്രി എഴുതുമ്പോൾ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യണം. അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് എന്ന കണ്ടീഷൻ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ അമാൽഗമേഷൻ നടത്തിയിട്ടുള്ളത് എങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യണം? പർച്ചേസ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ട്രാൻസ്ഫറി കമ്പനിയുടെ ജേണൽ എൻട്രീസ് എഴുതുക. ദെൻ ട്രാൻസ്ഫറി കമ്പനിയുടെ കേസിൽ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് പ്രകാരമുള്ള ജേണൽ എൻട്രീസ് ആണ് പറയുന്നത്. 5 ജേണൽ എൻട്രീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, ഫോർ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ. ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവണം. ട്രാൻസ്ഫറർ കമ്പനിക്ക് നൽകുന്ന കൺസിഡറേഷനാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ബിസിനസ് ടേക്കൺ ഓവർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ട്രാൻസ്ഫറർ കമ്പനിക്ക് നൽകുന്ന കൺസിഡറേഷനെയാണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ആ പർച്ചേസ് കൺസിഡറേഷൻ നൽകുന്ന ഡ്യൂ ആവുന്ന ജേണൽ എൻട്രിയാണ് ഫസ്റ്റ്. ഓക്കെ, ഫോർ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. ഇതാണ് ഒന്നാമത്തെ ജേണൽ എൻട്രി. പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുമ്പം ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി.
ട്രാൻസ്ഫറർ കമ്പനിയുടെ ലിക്വിഡേറ്ററുടെ അക്കൗണ്ടിലേക്കാണ് ഈ പണം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. ദെൻ ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അത് പർച്ചേസ് കൺസിഡറേഷൻ്റെ എമൗണ്ട് ആണ് കേട്ടോ. ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ദാറ്റ് മീൻസ് പർച്ചേസ് കൺസിഡറേഷൻ്റെ എമൗണ്ട് ആണ് അവിടെ വരിക. അത് നമ്മൾ എങ്ങോട്ട് മാറ്റും? ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി, ട്രാൻസ്ഫറർ കമ്പനിയുടെ ലിക്വിഡേറ്റർ അക്കൗണ്ടിലേക്ക് മാറ്റും. ലിക്വിഡേറ്റർ ആരാണ്? ലിക്വിഡേറ്റർ എന്ന് പറയുന്നത് ബിസിനസ് സ്ഥാപനത്തിന് ലീഗലി ഒരു ബിസിനസ് സ്ഥാപനം അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തുന്ന കാര്യത്തെയാണ് നമ്മൾ ലിക്വിഡേഷൻ എന്ന് പറയുന്നത് അല്ലേ. സോ ലീഗലായിട്ട് ഒരു ബിസിനസ് സ്ഥാപനം അതിൻ്റെ പ്രവർത്തനങ്ങൾ ക്ലോസ് ചെയ്യുന്നതിനെയാണ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. അതിനു വേണ്ടി നിയമിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ലിക്വിഡേറ്ററുടെ അക്കൗണ്ടിലേക്കാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് അതല്ലെങ്കിൽ ബിസിനസ് പർച്ചേസ് കൺസിഡറേഷൻ്റെ എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതാണ് എമൗണ്ട് ഡ്യൂ എന്ന് പറയുന്നത്, പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്നത്. ദെൻ സെക്കൻഡ് വൺ ഫോർ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ടേക്കൺ ഓവർ. പിന്നീട് ട്രാൻസ്ഫറർ കമ്പനിയുടെ അസറ്റ്സും ലാബിലിറ്റീസും ട്രാൻസ്ഫർ കമ്പനി ടേക്കൺ ഓവർ ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രിയാണ് അസറ്റ്സ് അക്കൗണ്ട് ഡെപ്റ്റർ. എല്ലാ അസറ്റുകളും ടേക്കൺ ഓവർ ചെയ്യും. ദെൻ ലാബിലിറ്റീസ് അക്കൗണ്ട്. ദെൻ പിന്നെ എല്ലാ ലാബിലിറ്റീസിനെയും ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. എല്ലാ അസറ്റിനെയും ഡെബിറ്റ് ചെയ്യുന്നു, എല്ലാ ലാബിലിറ്റീസിനെയും ക്രെഡിറ്റ് ചെയ്യുന്നു, ടേക്കൺ ഓവർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ പിന്നീട് ക്രെഡിറ്റ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ബിസിനസ് പർച്ചേസ് അക്കൗണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ കൊടുക്കുന്ന പർച്ചേസ് കൺസിഡറേഷൻ. അതിനുശേഷം എല്ലാ ടോട്ടൽ ഡെബിറ്റിനെയും ടോട്ടൽ ക്രെഡിറ്റിനെയും ബാലൻസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ മാറ്റുന്നതിനെയാണ് റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ബാലൻസ് ഫിഗർ എന്ന്. ഓക്കെ, അപ്പോൾ ഈ അസറ്റ്സിൻ്റെ ടോട്ടൽ ഡെബിറ്റിലുള്ള എല്ലാത്തിനെയും ടോട്ടൽ ചെയ്യും, ക്രെഡിറ്റിലുള്ള എല്ലാത്തിനെയും ടോട്ടൽ ചെയ്യും. ക്രെഡിറ്റിലുള്ളത് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് എല്ലാ ലാബിലിറ്റിയും പെടും, പ്ലസ് ബിസിനസ് പർച്ചേസ് അക്കൗണ്ടും വരും. ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് മീൻസ് പർച്ചേസ് കൺസിഡറേഷൻ ആണ്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് എന്ന് നമ്മൾ എങ്ങോട്ട് മാറ്റും? റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റും. ഓക്കെ, അതിനെ നമ്മളവിടെ ബാലൻസ് ഫിഗർ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും ബാലൻസ് ആണ് റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റുക. അവിടെ നോട്ട് കൊടുത്തത് നോക്കുക. ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ് ആർ അഡ്ജസ്റ്റഡ് ഇൻ ദ റിസർവ് ഓഫ് ദ ട്രാൻസ്ഫർ കമ്പനി. ട്രാൻസ്ഫർ കമ്പനിയുടെ റിസർവ് അക്കൗണ്ടിലേക്കാണ് ഈ ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും ഡിഫറൻസിനെ നമ്മൾ മാറ്റുക. ഇതാണ് സെക്കൻഡ് ജേണൽ എൻട്രി. ഓക്കെ, ഒന്നാമത്തെ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ, സെക്കൻഡ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ടേക്കൺ ഓവർ. ദെൻ തേർഡ് ഫോർ പേയ്മെൻറ്റ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. ഒന്നാമത്തെ ജേണൽ എൻട്രിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആയിട്ടുണ്ടായിരുന്നു, കൊടുക്കാൻ ഡ്യൂ ആയി വെച്ചു. ആ ഡ്യൂ ആയിട്ടുള്ള പർച്ചേസ് കൺസിഡറേഷൻ പേയ്മെൻറ്റ് നടത്തുന്ന ജേണൽ എൻട്രിയാണ് തേർഡ് ജേണൽ എൻട്രി. നോക്കുക, ലിക്വിഡേറ്റർ ഓഫ് വെൻഡർ കമ്പനി അക്കൗണ്ട് ഡെപ്റ്റർ. വെൻഡർ കമ്പനി എന്ന് പറയുന്നത് എന്താണ്? പർച്ചേസിങ് കമ്പനിയാണ് അല്ലെങ്കിൽ ട്രാൻസ്ഫറർ കമ്പനിയാണ്. ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ലിക്വിഡേറ്റർ ഓഫ് വെൻഡർ കമ്പനി അക്കൗണ്ട് ഡെപ്റ്റർ പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ലിക്വിഡേറ്റർ ഓഫ് വെൻഡർ കമ്പനി അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഇതാണ് പർച്ചേസ് കൺസിഡറേഷൻ പേയ്മെൻറ്റ് നടത്തുമ്പോഴുള്ള ജേണൽ എൻട്രി. ദെൻ ഫോർ ലിക്വിഡേഷൻ എക്സ്പെൻസസ് ആർ പെയ്ഡ് ബൈ ദ ട്രാൻസ്ഫർ കമ്പനി. ലിക്വിഡേഷൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, ഒരു ബിസിനസ് സ്ഥാപനം എന്താണ്? സോ ടു ക്ലോസ് ദെയർ ലീഗൽ അഫയേഴ്സ് ഓഫ് ദ കമ്പനി. ഓക്കെ, ഒരു ബിസിനസ് സ്ഥാപനത്തിന് ലീഗലി അതിൻ്റെ അഫയേഴ്സ് എല്ലാം തന്നെ നിർത്തിവെക്കുന്ന ക്ലോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണഗതിയിൽ ഒരു ബിസിനസ് സ്ഥാപനം അതിൻ്റെ ഫോർമലായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെക്കുന്ന അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെയാണ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. ആ ലിക്വിഡേഷൻ നടത്തുന്നതിന് വേണ്ടി നമ്മൾ നിയമിക്കുന്ന ആളെ നമ്മൾ ലിക്വിഡേറ്റർ എന്ന് പറയും. ആ ലിക്വിഡേറ്റർക്ക് കൊടുക്കുന്ന എക്സ്പെൻസുകൾ പേയ്മെൻറ്റ് നടത്തുന്നത് ട്രാൻസ്ഫർ കമ്പനിയാണെങ്കിൽ വരുന്ന ജേണൽ എൻട്രിയാണ്. നമ്മൾ ജേണൽ എൻട്രി എഴുതുന്നത് ട്രാൻസ്ഫർ കമ്പനിയുടെ ജേണൽ എൻട്രീസ് ആണ്. അപ്പോൾ ആ ട്രാൻസ്ഫർ കമ്പനിയാണ് ലിക്വിഡേഷൻ എക്സ്പെൻസുകളെല്ലാം മീറ്റ് ചെയ്യുന്നതെങ്കിലുള്ള ജേണൽ എൻട്രിയാണ് ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. നമ്മളൊരാളെ ലിക്വിഡേറ്ററെ പുറമേ നിന്നൊരു വ്യക്തിയെ ഈ കമ്പനിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ക്ലോസ് ചെയ്യാൻ വേണ്ടി നിയമിക്കുകയാണ്. ആ ലിക്വിഡേറ്റർ ജോലി എന്താണ്? എല്ലാ അസറ്റുകളും അവരെന്ത് ചെയ്യും? സെയിൽസ് ചെയ്യേണ്ട അസറ്റുകളൊക്കെ സെയിൽസ് ചെയ്യും, കൊടുത്തു തീർക്കേണ്ട ലാബിലിറ്റീസ് എല്ലാം കൊടുത്തു തീർക്കും. എന്നിട്ട് ബിസിനസ് സ്ഥാപനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ലീഗലി ക്ലോസ് ചെയ്യുന്ന വ്യക്തിയാണ് ലിക്വിഡേറ്റർ. അപ്പോൾ അയാളെ നമ്മൾ പുറമേ നിന്നൊരാളെ നിയമിക്കുകയാണ് ചെയ്യുന്നത്. അയാൾക്ക് എന്ത് വേണ്ടി വരും? പണം കൊടുക്കേണ്ടി വരും, സാലറി കൊടുക്കേണ്ടി വരും. ആ കൊടുക്കുന്ന സാലറി, മറ്റു എക്സ്പെൻസുകൾ ഇതെല്ലാം ട്രാൻസ്ഫർ കമ്പനിയാണ് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിലുള്ള ജേണൽ എൻട്രിയാണ് ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. അവിടെ നോട്ട് കൊടുത്തിട്ടുണ്ട്. Liquidation expenses of the transferor company
meet by the transferee company or adjusted in the എന്നാക്കണേ in the general reserve account or profit or loss account. ഇങ്ങനെ ലിക്വിഡേഷൻ എക്സ്പെൻസുകളെല്ലാം ട്രാൻസ്ഫറർ കമ്പനി ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ലിക്വിഡേഷൻ എക്സ്പെൻസുകളും മീറ്റ് ചെയ്യപ്പെടുന്നത് ട്രാൻസ്ഫറി കമ്പനിയാണെങ്കിൽ അതിനുള്ള എമൗണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ജനറൽ റിസർവ് അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൽ നിന്നായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അവിടെ ജനറൽ റിസർവ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഇതാണ് നാലാമത്തെ ജേണൽ എൻട്രി. ദെൻ ലാസ്റ്റ് ജേണൽ എൻട്രി ഫോർ പേയ്മെൻറ്റ് ഓഫ് ഫോർമേഷൻ എക്സ്പെൻസസ്. ഇനീഷ്യൽ സ്റ്റേജിൽ വരുന്ന ഫോർമേഷൻ എക്സ്പെൻസുകളിലൊക്കെ മീറ്റ് ചെയ്യുന്ന രീതിയാണ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്തുന്ന രീതിയാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. അതിന് നമ്മൾ കൊടുക്കുന്ന ജേണൽ എൻട്രി പ്രിലിമിനറി എക്സ്പെൻസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. പ്രിലിമിനറി എക്സ്പെൻസസ് അക്കൗണ്ട് ഡെപ്റ്റർ തുടക്കത്തിൽ വരുന്ന ചിലവുകളാണ് അല്ലേ. അതിൻ്റെ മെമ്മോറാണ്ടം തയ്യാറാക്കണം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ തയ്യാറാക്കണം, ഇങ്ങനെ ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ചെയ്യാൻ വേണ്ടി പ്രാഥമികമായിട്ട് നമുക്ക് ഒരുപാട് ചിലവുകൾ വരും. ആ ചിലവുകളൊക്കെ പേയ്മെൻറ്റ് നടത്തുന്ന രീതിയാണ് പേയ്മെൻറ്റ് ഓഫ് ഫോർമേഷൻ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതിനുള്ള ജേണൽ എൻട്രിയാണ് പ്രിലിമിനറി എക്സ്പെൻസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഇത്രയും ജേണൽ എൻട്രീസ്, ആകെ 5 ജേണൽ എൻട്രീസ് ആണ് എവിടെ വരുന്നത്? അക്കൗണ്ടിങ് എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് ട്രാൻസ്ഫറി കമ്പനി അണ്ടർ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ്. പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് പ്രകാരം ട്രാൻസ്ഫറി കമ്പനിയുടെ കേസിൽ വരുന്ന ജേണൽ എൻട്രീസ് ആണ്. പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് എപ്പോഴാണ് ഉപയോഗിക്കുക? അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ. അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന കണ്ടീഷൻ പ്രകാരം ഒരു ബിസിനസ് സ്ഥാപനത്തെ അമാൽഗമേറ്റ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഫറി കമ്പനിയുടെ ജേണൽ എൻട്രീസ് എഴുതുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ്. പർച്ചേസ് എന്ന് പറയുന്ന കണ്ടീഷൻ പ്രകാരം നമ്മൾ അമാൽഗമേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് പർച്ചേസ് മെത്തേഡ്. അപ്പോൾ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? 5 ജേണൽ എൻട്രീസ് നമുക്ക് എഴുതേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്നു. ജേണൽ എൻട്രി ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനിയാണ്. ദെൻ അസറ്റ്സ് ലാബിലിറ്റി ടേക്കൺ ഓവർ ചെയ്യുന്നു. ആ സമയത്ത് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലാബിലിറ്റീസ് ടു ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ടു റിസർവ് അക്കൗണ്ട്. ദെൻ ഫോർ പേയ്മെൻറ്റ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ പേയ്മെൻറ്റ് നടത്തുമ്പോഴാണ് ലിക്വിഡേറ്റർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ദെൻ ലിക്വിഡേഷൻ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നു. ആരാണ് മീറ്റ് ചെയ്യുന്നത്? ട്രാൻസ്ഫറി കമ്പനി ആണെങ്കിൽ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ദെൻ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഫോർമേഷൻ എക്സ്പെൻസസ് പ്രിലിമിനറി എക്സ്പെൻസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഇത്രയുമാണ് എന്ത് വരുന്നത്? പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് പ്രകാരമുള്ള ജേണൽ എൻട്രീസ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് പർച്ചേസ് മെത്തേഡ് പ്രകാരമുള്ള ജേണൽ എൻട്രീസ് ആണ് ട്രാൻസ്ഫറർ കമ്പനിയുടെ കേസിൽ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അവിടെ നമുക്ക് 8 ജേണൽ എൻട്രീസ് ആണ് പറയാനുള്ളത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.